എല്ലാ H-1B അപേക്ഷകരും ഉയർന്ന ഫീസ് നൽകേണ്ടതില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായ പ്രഖ്യാപനം. ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച $1 പുതിയ H-1B വിസ ഫീസ് സംബന്ധിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വ്യക്തത വരുത്തി. എല്ലാ അപേക്ഷകൾക്കും ഈ ഉയർന്ന ഫീസ് ബാധകമല്ല. നിലവിൽ അമേരിക്കയിൽ പഠിക്കുകയോ മറ്റ് സാധുവായ സ്റ്റാറ്റസുകളിലുള്ള വിദേശ ബിരുദധാരികൾക്ക് ഇത് ആശ്വാസകരമാണ്. വിദേശത്ത് നിന്ന് പുതിയ ജീവനക്കാരെ കൊണ്ടുവരുന്നുള്ള ചെലവ് കുത്തനെ ഉയർന്നതാണ് H-1B വിസ ഫീസ് ഉയർത്തിയ നടപടി. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം US-ന് പുറത്തുനിന്ന് അപേക്ഷിക്കുന്ന പുതിയ H-1B വിസ അപേക്ഷകർക്ക് മാത്രമേ ഈ അധിക ഫീസ് ബാധകമാകൂ. 2025 സെപ്റ്റംബർ 20 ശേഷമുള്ള അപേക്ഷകൾക്കാണ് ഇത് ബാധകമാകുക. നിലവിൽ US-ൽ വിദ്യാർത്ഥി വിസയിലുള്ളവർ H-1B വിസ സ്റ്റാറ്റസിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ H-1B വിസ തൊഴിലാളികൾ വിസയുടെ കാലാവധി നീട്ടുന്നതിനോ ഭേദഗതി വരുത്തുന്നതിനോ അപേക്ഷിക്കുമ്പോൾ ഈ അധിക ഫീസ് നൽകേണ്ടതില്ല. സാധുവായ H-1B വിസ ഉള്ളവർക്ക് അവരുടെ അപേക്ഷാ ഫീസ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഫയൽ ചെയ്തതാണെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാനും തിരികെ പ്രവേശിക്കാനും പുതിയ ഫീസ് ബാധകമല്ല. കൂടാതെ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് രാജ്യത്ത് തുടരുന്നതിനും തൊഴിൽ നേടുന്നതിനും പുതിയ ഫീസ് തടസ്സമാകില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം ഫീസ് വർധനവിനെതിരെ US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.